അപ്പൊ ഞാനും മനസ്സിലാക്കിയൊരു കാര്യം, വി ഷുഡ് ഓൾവേസ് കീപ് ആസ്കിങ്. അതിൽ നിങ്ങൾക്കൊരു ഹൗ ഡു യു മാനേജ് ദാറ്റ്? കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കൂല, ഈഗോ അടിക്കും, അങ്ങനത്തെ നിങ്ങളുടെ അടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എന്താന്ന് വെച്ചാൽ നമ്മൾ വലുതായിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ നമുക്കെന്ന് വെച്ചാൽ കരയുന്ന കൊച്ചിന് പാലുള്ളൂ. കരഞ്ഞോണ്ടിരിക്കുന്ന വെച്ചാൽ ആവശ്യത്തിന് ചോദിക്കണം. എപ്പോഴും ചോദിച്ചു ചൊറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇത് ഞാൻ ബുക്ക് വായിച്ചിട്ട് മനസ്സിലാക്കിയിരിക്കുന്നതാണ്, ആൾക്കാർക്ക് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ളതാണ്. എല്ലാവർക്കും അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യണം എന്നൊരു ഹ്യൂമൻ നേച്ചറാണ്. ചോദിച്ചാൽ മാത്രമേ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആരും വന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. അവർക്ക് അറിയത്തില്ലല്ലോ നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്. അപ്പം ഐ തിങ്ക് ആ ചോദിക്കുന്നതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത്. എന്നാൽ അവർക്ക് ചെയ്താൽ അവർക്കൊരു കോസ്റ്റ് ഇല്ലാത്ത കാര്യമായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടത്. അതെ, ഇപ്പം നമ്മൾ ചോദിച്ചിട്ട് ഒരു 50 ലക്ഷം കടം ചോദിച്ചാൽ അത് ചോദിക്കുന്ന ചോദ്യം തന്നെ കറക്റ്റ് അല്ലല്ലോ, അങ്ങനെ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ ഒരാളെ പരിചയപ്പെടുത്തി തരാൻ പറയുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ് അല്ലാത്തൊരു കേസാണെങ്കിൽ അത് കുറച്ച് ഈസിയാണ്. അല്ലെങ്കിൽ നമ്മളൊന്ന് റെക്കമെൻഡ് ചെയ്യണമെന്ന് പറയുമ്പോഴോ, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നല്ലോ, എന്താ കുഴപ്പം? ഇന്നലെ ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്റ്റോറിലുള്ള എല്ലാ സ്റ്റാഫിനെയും കണ്ടിട്ട് പറഞ്ഞു ഞങ്ങളുടെ പ്രൊഡക്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പറയുമ്പം അത് എന്തായാലും എവിടെയെങ്കിലും ഒരു ഇമ്പാക്ട് വരും. നമ്മൾ എവിടെ ചെന്നാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നത്. അല്ലാതെ മോളിൽ കണ്ട് ആ പർച്ചേസ് മാനേജറിനെ മാത്രമല്ല, അല്ലെങ്കിൽ MD-നെ മാത്രമല്ല, നമ്മൾ ഫ്ലോറിൽ പോകുമ്പോൾ എല്ലാവരും ചോദിക്കുന്നതിന് നഷ്ടമൊന്നും ഇല്ലല്ലോ. ഒരു നഷ്ടമില്ല. നമ്മൾ ഈഗോ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ അത് പിടിച്ചിരിക്കലേ ഉണ്ടാവുള്ളൂ. അതെ, ഞാൻ പറയാ ഈഗോ എന്തിന് ഈഗോ? കറക്റ്റ്, എന്തിന് ഈഗോ? പിന്നെ അപ്പോൾ ക്യുക്കമേഴ്സ് നിങ്ങൾ പല സമയത്ത് നിങ്ങൾ ക്യുക്കമേഴ്സിന് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അത് ക്രാക്ക് ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കണേ. ക്രാക്ക് ചെയ്തു എന്ന് വെച്ചാൽ എവിടെയൊക്കെ എത്തി, ഒന്നുമില്ലായ്മയെന്ന് എവിടെയൊക്കെയോ എത്തി. ഒരു ഒന്ന് ക്വിക്ക് കോമേഴ്സ് ഫാർമയിൽ വരുവാണ്. അപ്പോൾ ക്വിക്ക് കോമേഴ്സ് ഫാർമ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും പാർട്ട്ണർ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് അവിടെ ഇച്ചിരി കൂടെ ഒരു വി ഹാവ് എ ബെറ്റർ എന്താ പറയുക, ഒരു ഫുട്ടിംഗ് ടു ഗെറ്റ് പാർട്ട്ണർഷിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതിൽ സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇത് ഞാൻ ചെയ്തു തരാം, പക്ഷെ ഇത് ചെയ്യുന്നത് എനിക്ക് ഇതിന് ഹെൽപ്പിന് വേണ്ടിയാണ്. എനിക്ക് FMCG എൻട്രി വേണം. ഇപ്പൊ ലുലു കോമേഴ്സിൽ നമ്മളുണ്ട്, ലുലു സ്റ്റോറിലുണ്ട്. അപ്പൊ അവിടെ ഓൺലൈനിൽ നല്ല സെയിൽ ഉണ്ട്. അപ്പം ഇപ്പം സെപ്റ്റോയിലും സ്വിഗ്ഗി ഓൺബോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. ഹോപ്പ്ഫുള്ളി ഒരു 10 ഇൻസ്റ്റാമാർട്ടിൽ ഹോപ്പ്ഫുള്ളി ഒരു 8-10 പ്രൊഡക്റ്റ് എടുക്കുമായിരിക്കാം. ഇതെല്ലാം നടക്കാതെ നടന്നു പറയാറായിട്ടില്ല. ഇത് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെപ്റ്റോ നമ്മൾ അവിടെയും ഒരു ഇനീഷ്യൽ കോൺവെർസേഷൻ ആയി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് ട്രൈ ചെയ്താൽ കിട്ടും.